കേവലം ഒരു നിമിഷത്തെ ദേഷ്യം ആലോചനയില്ലാത്ത ഒരൊറ്റ വാക്കിൽ തുടങ്ങി ഒടുവിൽ ഒരു ആയുസിൻ്റെ മുഴുവൻ കണ്ണീരായി മാറുന്ന കാഴ്ചകൾ നമ്മൾ എത്രയോ കണ്ടിരിക്കുന്നു. പക്ഷേ മലപ്പുറം വളാഞ്ചേരിയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന ഈ വാർത്ത ഏതൊരു മനുഷ്യൻ്റെയും നെഞ്ചുലക്കുന്നതാണ്. ഒരു അച്ഛൻ്റെ കൈകളാൽ സ്വന്തം ചോരയിൽ പിറന്ന മകൻ മരണത്തിലേക്ക് വീണുപോയ വാർത്ത. തായൊലിച്ച് വളർത്തിയ മകൻ വളർന്നു വലുതായി തൻ്റെ തണലാകേണ്ടവൻ ഇന്ന് ജീവനറ്റ ശരീരമായി മാറിയിരിക്കുന്നു. ചോര വാർന്നൊഴുകിയ ആ മകൻ്റെ ശരീരവും കെട്ടിപ്പിടിച്ച് ആശുപത്രി പടവുകൾ ഓടിക്കയറിയ ആ അച്ഛൻ ഇന്ന് പോലീസ് കസ്റ്റഡിയിലാണ്. ഒരു നിമിഷത്തെ പ്രകോപനം എങ്ങനെ ഒരു കുടുംബത്തെ ആകെ തകിടമറിച്ചു എന്നതിൻ്റെ ഏറ്റവും വേദന നിറഞ്ഞ അധ്യായമാണിത്. മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി വൈക്കത്തൂർ സ്വദേശിയായ ശ്യാം എന്ന ചെറുപ്പക്കാരനാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. കഴിഞ്ഞ ദിവസമാണ് ആ ദുരന്തം ആ വീട്ടിൽ അരങ്ങേറിയത്. എല്ലാ വീടുകളിലും ഉണ്ടാകുന്നത് പോലെ അച്ഛനും മകനും തമ്മിൽ ഒരു ചെറിയ കാര്യത്തെ ചൊല്ലി വാക്കുതർക്കമുണ്ടാകുന്നു. സാധാരണ രീതിയിൽ അവസാനിക്കേണ്ടിയിരുന്ന ആ തർക്കം പക്ഷേ അവിടെ തീർന്നില്ല. ദേഷ്യം മൂത്ത അച്ഛൻ ശബരി കയ്യിലുണ്ടായിരുന്ന വടിയെടുത്ത് മകനെ അടിക്കുകയായിരുന്നു. മകനെ കൊല്ലണമെന്നോ വലിയ രീതിയിൽ പരുക്കുകൾ ഉണ്ടാക്കണമെന്നോ ആ അച്ഛൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല. ഒരു പക്ഷേ ഒന്ന് പേടിപ്പിക്കാൻ മാത്രമായിരിക്കാം ആ വടിയോങ്ങിയത്. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. വടി ചെന്നു പതിച്ചത് ശ്യാമിൻ്റെ തലയിലായിരുന്നു. തലക്ക് ഗുരുതരമായി പരിക്കേറ്റ് ചോരയൊലിപ്പിച്ച് നിലത്തേക്ക് വീണ മകനെ കണ്ടപ്പോൾ മാത്രമാണ് ആ അച്ഛന് ബോധം വന്നത്. തൻ്റെ കയ്യിൽ നിന്ന് സംഭവിച്ചു പോയ അബദ്ധത്തിൻ്റെ വ്യാപ്തി ആ അച്ഛൻ തിരിച്ചറിഞ്ഞു. നിലത്ത് വീണ മകനെ വാരിയെടുത്ത് ആ അച്ഛൻ തന്നെയാണ് ആദ്യം വളാഞ്ചേരിയിലെ ആശുപത്രിയിലേക്കും പിന്നീട് നില ഗുരുതരമായതിനെ തുടർന്ന് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും ഓടിയെത്തിച്ചത്. എൻ്റെ മകനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണേ എന്ന് ആ അച്ഛൻ ഡോക്ടർമാരുടെ മുന്നിൽ കൈകൂപ്പി കരഞ്ഞിട്ടുണ്ടാകാം. മകൻ്റെ ശ്വാസത്തിനായി ആ കുടുംബം മുഴുവൻ പ്രാർത്ഥനയോടെ കാത്തിരുന്നു. പക്ഷേ മണിക്കൂറുകളോളം മരണത്തോട് പൊരുതിയ ശ്യാം ഒടുവിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. തലക്കേറ്റ ആ കനത്ത ആഘാതത്തിൽ നിന്ന് തിരികെ വരാൻ കഴിഞ്ഞില്ല. ഇന്ന് ആ വീട് ശ്മശാനം പോലെ മൂകമാണ്. ഒരു അമ്മയുടെ നിലവിളി വൈക്കത്തൂരിലെ ആ വീടിൻ്റെ ചുമരുകളിൽ തട്ടി പ്രതിധ്വനിക്കുകയാണ്. മകനെ നഷ്ടപ്പെട്ട ഒരമ്മ, മകൻ്റെ മരണത്തിന് കാരണക്കാരനായി ജയിലറയ്ക്കുള്ളിൽ കഴിയുന്ന ഒരു ഭർത്താവ്. ഇതിലും വലിയൊരു ശാപം ഒരു കുടുംബത്തിന് വരാനുണ്ടോ? പോലീസ് ഇതിനോടകം തന്നെ പിതാവായ ശബരിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഒരു അബദ്ധത്തിലാണ് ഇത് സംഭവിച്ചതെന്ന് പോലീസും വ്യക്തമാക്കുന്നുണ്ട്. എങ്കിലും നിയമത്തിൻ്റെ മുന്നിൽ ഇതൊരു കുറ്റകൃത്യമാണ്. ഒരു ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ശ്യാമിൻ്റെ ഭൗതികദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. കളിച്ചിരികളോടെ നടക്കേണ്ടിയിരുന്ന ഒരു പ്രായത്തിൽ, സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങേണ്ടിയിരുന്ന ഒരു പ്രായത്തിലാണ് ശ്യാമിൻ്റെ ആയുസ് ഒരൊറ്റ അടിയിൽ ഒടുങ്ങിപ്പോയത്. ഈ വാർത്ത നമ്മെ പഠിപ്പിക്കുന്നത് വലിയൊരു പാഠമാണ്. ദേഷ്യം വരുമ്പോൾ ഒരൊറ്റ നിമിഷം സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ജീവനേക്കാൾ സ്നേഹിക്കുന്ന പലതും നമുക്ക് നഷ്ടപ്പെടും. നോക്കൂ, ഇപ്പോൾ ആ അച്ഛൻ തൻ്റെ മകനെ ഓർത്ത് ഇനി ആയുസ് മുഴുവൻ ജയിലിനുള്ളിൽ കിടന്ന് കണ്ണീർ ഒഴുക്കേണ്ടി വരും. ആ കുടുംബത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം മറ്റാരുമല്ല, നിയന്ത്രിക്കാൻ കഴിയാതെ പോയ ഒരു നിമിഷത്തെ ദേഷ്യം മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, ദേഷ്യം തോന്നുമ്പോൾ ഒരൊറ്റ നിമിഷം ആലോചിക്കുക. ആ ഒരു നിമിഷത്തെ അബദ്ധം ജീവിതകാലം മുഴുവൻ വേട്ടയാടുന്ന കണ്ണീരായി മാറാതിരിക്കട്ടെ.